പ്രൈസ് അല്ലാതെ എന്നതിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാം എപ്പോഴും യേശു കർത്താവിൻ്റെ സ്വഭാവത്തെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. യേശു കർത്താവിൻ്റെ ഭാവം തന്നെ നമ്മിൽ ആയിത്തീരണം എന്നിങ്ങനെ ചിന്തിക്കുന്നവരും അങ്ങനെ ആയിത്തീരാൻ ആഗ്രഹിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ പുതിയ നിയമത്തിൽ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവത്തെ നമുക്ക് കാണാനായിട്ട് കഴിയും. ത്രൂ ഔട്ട് യേശു കർത്താവിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെയാണെങ്കിലും നമുക്ക് ലിറ്ററലി അത് അനുഭവിക്കാൻ കഴിയുന്നൊരു പാസേജാണ്. ഒരു പാവനിയായ സ്ത്രീയെ തൻ്റെ പാപത്തോടു കൂടെ പരീശന്മാരും ശാസ്ത്രിമാരും അവരെ പിടിച്ചുകൊണ്ടുവന്ന യേശുവിൻ്റെ മുമ്പിലിടുന്ന ഒരു ഭാഗം. അവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശുവിനോട് ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു മറുപടി വളരെ അത്ഭുതം നിറഞ്ഞതായിരുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവൾ അവളെ ആദ്യം കല്ലെറിയട്ടെ. എല്ലാവരും കല്ലുമായി നിൽക്കുകയാണ് ആ സ്ത്രീയെ കൊല്ലാനായിട്ട്. എല്ലാവരും വിചാരിച്ചു യേശു കർത്താവ് ഇപ്പോൾ യേശു പറയായിരിക്കുന്നു. പക്ഷെ യേശു കർത്താവ് പറഞ്ഞു, നോ, നിങ്ങളിൽ പാപമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപസ്വഭാവം അംശം പോലും ഇല്ലാത്ത ഒരാൾ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന്. കുറച്ചുകൂടെ ആ വാക്കിനെ നമ്മൾ ആഴമായി പഠിച്ചു കഴിഞ്ഞാൽ പാപത്തിൻ്റെ ഒരു അല്പം സ്വഭാവം പോലും നിങ്ങളിലില്ല എങ്കിൽ അവർക്ക് ആദ്യം ആ സ്ത്രീയെ കല്ലെറിയാം. അത് പറഞ്ഞു കഴിഞ്ഞതും പരീശന്മാരും ശാസ്ത്രിമാരും കല്ലുകൾ താഴെയിട്ട് മടങ്ങിപ്പോയി. യേശു കർത്താവ് അവൾ സ്ത്രീയോട് ചോദിച്ചു, നിന്നെ ആരും ശിക്ഷ വിധിച്ചില്ലയോ? അവൾ തല പൊക്കി നോക്കിയപ്പോൾ ഉപദ്രവിക്കാൻ വന്ന ആരും, അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വന്ന ആരും അവളുടെ ചുറ്റുമില്ല. അവൾ പറഞ്ഞു, ഇല്ല, എന്നാൽ ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, നിനക്ക് പോകാം, ഇനിമേലാൽ പാപം ചെയ്യരുത്. ഇവിടെ യേശു കർത്താവിൻ്റെ ഒരു വ്യത്യസ്ത സ്വഭാവത്തെ കാണാനായിട്ട് കഴിയും. യേശു കർത്താവ് ഒരിക്കലും മറ്റൊരാളുടെ കുറ്റത്തെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചില്ല. യേശു കർത്താവ് സ്പ്രെഡ് ചെയ്തത് തന്നിലുള്ള സ്നേഹത്തെ മാത്രമായിരുന്നു. യേശു കർത്താവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെങ്കിൽ യേശു കർത്താവിൻ്റെ ഈ മഹത്തരമായൊരു സ്വഭാവമാണ് മറ്റൊരാളുടെ കുറ്റത്തെ കണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാത്തൊരു സ്വഭാവം, അത് 10 പേരോട് പറഞ്ഞു നടക്കാത്ത ഒരു സ്വഭാവം. ബൈബിളിൽ എവിടെയും ആ സ്ത്രീയുടെ പേരോ അഡ്രസ്സോ സ്ഥലമോ ഒന്നും തന്നെ യേശു കർത്താവോട് കൊടുത്തിട്ടില്ല. യേശു കർത്താവിന് ഒരിക്കലും ഒരാളെ തൻ്റെ പാപത്തോടു കൂടെ കാണുവാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. യേശു കർത്താവിൻ്റെ സ്വഭാവം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും മറ്റൊരാളുടെ കുറവിനെ കണ്ട് അത് ഹൈലൈറ്റ് ചെയ്യാത്തവരായി തീരണം നമ്മൾ. ഇനി മുതൽ കുറ്റം പറയുന്ന സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ തീർച്ചയായും നാം അത് മാറ്റുക. അത് യേശുവിൻ്റെ സ്വഭാവമല്ല. യേശുവിൻ്റെ സ്വഭാവം മാത്രം നമ്മിൽ ഉയരട്ടെ, നാം കുറയണം, യേശുവോ നമ്മിൽ വളരണം. ഇത് നമ്മുടെ ദിവസം. God bless you.